ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഊപ്സിലെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഊപ്സിലെ മെയിനായിട്ടുള്ള ഇതിനകത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ഈ 4 ക്വസ്റ്റ്യൻ. അതായത് ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഊപ്സ് തുടങ്ങേണ്ടത്. അതായത് ആദ്യം തന്നെ നമ്മൾക്ക് നോക്കാനുള്ള വാട്ട് ഈസ് ഊപ്സ്, പിന്നെ 4 പില്ലേഴ്സ്, ക്ലാസ്, ഒബ്ജക്റ്റും, പിന്നെ അത് ക്രിയേറ്റ് ചെയ്യേണ്ടതും കൂടി പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് നോക്കാം ടൈമിനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ അതിന് വേറൊരു വീഡിയോ ചെയ്യാം. ഇനി മെത്തേഡും ഫങ്ഷൻ, മെത്തേഡ്സ് ലൈക്ക് എ ഫങ്ഷൻ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ഊപ്സ്? എന്താണ് ഊപ്സ്? ഊപ്സ് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ഒരാൾ, അതായത് ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ എങ്ങനെ പറയേണ്ടത് പറഞ്ഞു. വാട്ട് ഈസ് ഊപ്സ്? ഊപ്സ് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അത് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്തിട്ട്, ഒബ്ജക്റ്റും ക്ലാസ്സുകളും യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ കോൾ ചെയ്തും വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഊപ്സ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു കാര്യം, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റും ക്ലാസ്സും അല്ലേ, അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വലിയൊരു ടാസ്ക്, ആ ഒരു ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് മുറിച്ചിട്ട് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അതിനെ കോൾ ചെയ്തും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്ത് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഊപ്സ്. ഓക്കെ, ഈ ഒരു വിധത്ത് പറഞ്ഞു കൊടുത്താൽ മതി. 4 ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത ഊപ്സിൽ അതിനകത്ത് 4 ഞാനിത് തന്നെ പറഞ്ഞു കൊടുത്ത് ആരും സ്കോർ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ഈ ഒരു വിധത്തിൽ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി 4 പില്ലേഴ്സ്, അത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ആ 4 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ ഒരു ടോപ്പിക്കായിട്ട് വീഡിയോ ചെയ്യാനില്ല, വലിയ വലിയ ടോപ്പിക്ക് ഇതൊക്കെ. ഓക്കെ, ആദ്യത്തെ 4 പില്ലേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, അതിനകത്ത് ഇൻഹെറിറ്റൻസ്, അതായത് ഇത് പാരമ്പര്യം എന്നാണ് മലയാളത്തിൽ ഞാൻ പറയും. ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, പിന്നെ അബ്സ്ട്രാക്ഷൻ, പിന്നെ എൻക്യാപ്സുലേഷൻ. ഇതാണ് 4 പില്ലേഴ്സ് ഓഫ് ഊപ്സ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന 4 പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് വരുന്നതാണ്. ഇത് ഒരുപാട് നല്ല ലെങ്ത്തുള്ള വീഡിയോസ് ആയിരിക്കും. അതായത് ലെങ്തി ഒന്നുമില്ല, ഓരോ ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ എടുത്തിടുക. ഓക്കെ, ആ വീഡിയോസ് വാച്ച് ചെയ്താൽ ഇതൊന്നും മനസ്സിലാവും. നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോ വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് ഉണ്ടാവില്ല, ഒരു 2 ദിവസം കൊണ്ട് എന്തായാലും വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 4 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇനി ക്ലാസ്സും ഒബ്ജക്റ്റും. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു റിയൽ ടൈം എക്സാമ്പിളിലേക്ക് പോകാം. അതായത് നിങ്ങളൊരു എക്സാമ്പിളായിട്ട് എല്ലാവരും അറിയാവുന്ന ഒരു ചോക്ക് നിർമ്മിക്കുന്നതന്നെ, അതായത് ഇത് ചോക്ക് നിർമ്മിക്കുന്ന കാര്യത്തിലേക്ക് പോകും. ഓക്കെ, അത് ചോക്ക് ഉണ്ടാക്കുന്ന ഒരു അച്ച് വേണം. ആ ഒരു അച്ചാണ് ക്ലാസ്. ഓക്കെ, അച്ച് ഈസ് ലൈക്ക് എ ക്ലാസ്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഓരോരോ സാധനങ്ങൾ യൂസ് ചെയ്യില്ലേ ചോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മെറ്റീരിയൽസ്, ആ ഓരോരോ സാമഗ്രികളാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ കൗണ്ട്, അതായത് അളവിലൊക്കെ വ്യത്യാസം വരാം. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ അളവൊക്കെ വ്യത്യാസം വരും. ആ ഒരു വിധത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഇത് ഒന്നും കൂടി വേറൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലാസ് എടുക്കാം. അതായത് ഈ ക്ലാസ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് ഒബ്ജക്റ്റായിട്ട് ഇത് കാണുന്നവർ ഓരോ വാക്കും വ്യത്യസ്ത അളവിലല്ലേ മനസ്സിലാകുക. ആ ഒരു കാര്യത്തെയും എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇത് കോഡിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ക്ലാസ്സിന് ഒരു നെയിം കൊടുക്കും. ആ ക്ലാസ്സിലുള്ള സാധനങ്ങൾ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഇരുന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, സിമ്പിളാവും. ഓക്കെ, പിന്നെ ഈ ക്ലാസ് ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അത് ഞാൻ
GVT എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ജാവ എടുക്കുമ്പം തന്നെ, അതായത് ഓൺലൈൻ GVTയിൽ ലാംഗ്വേജ് ജാവയാക്കി സെലക്ട് ചെയ്യുമ്പം തന്നെ ഈ മെയിൻ ഫങ്ഷനും ഇതൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഹലോ വേൾഡ് പ്രോഗ്രാം നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു മെയിൻ നെയിമിൽ നമ്മൾ ക്ലാസ്സിൻ്റെ നെയിം എനിക്ക് മാറ്റണം നോക്ക്, അതായത് ഹലോ എന്നാക്കണം നോക്ക്. ഓക്കെ, ഇതൊരു മെയിൻ ക്ലാസ്സാണ്, മെയിൻ ഫങ്ഷനിൻ്റെ ഉള്ളിലുള്ള. ഇവിടെ എനിക്ക് ഹലോ ആക്കണമെങ്കിൽ ഓൺലൈൻ GVTയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിനെയിം ചെയ്ത് ഓക്കെ ഹലോ എന്ന് കൊടുക്കാം. മെയിൻ ക്ലാസ്സിൻ്റെ നെയിം എന്താണോ അതിവിടെ കൊടുക്കാം. ഇനി നമുക്കിവിടെ 2 വിധത്തിൽ ക്ലാസ് നിർമ്മിക്കാം. ആദ്യത്തെ മെത്തേഡ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, ക്ലാസ് എ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലാസ് എ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഈ ഇവിടെ നമ്മളൊരു ബ്രാക്കറ്റ് ഒന്നും കൊടുക്കണ്ട. ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിയിൽ ഉപയോഗിക്കുന്ന പോലെ ഒരു ബ്രാക്കറ്റ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് ക്ലാസ് കൊടുക്കുക, എ കൊടുക്കുക, ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, 2 കർലി ബ്രാക്കറ്റ്, ക്ലോസിങ് ഓപ്പണിങ്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ എന്താ നമുക്ക് ഒരു മെത്തേഡ്, അതായത് മെത്തേഡ് ഈസ് ലൈക്ക് എ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് കറക്റ്റ് തന്നെയാണ്. മെത്തേഡ് ഫങ്ഷൻ ഏകദേശം ട്രൂ ആണ്. ഒരു സെറ്റ് ഓഫ് കോഡിനെയാണ് മെത്തേഡ് എന്ന് പറയും. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ആദ്യം ഇൻറ്റ് വേണ്ട, വോയിഡ് കൊടുക്കുക. എന്നിട്ട് ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ്, എന്നിട്ട് കർലി ബ്രേസ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് വോയിഡ് മാത്രം കൊടുത്താൽ പോരാ, ഈ ക്ലാസ്സിൻ്റെ മെത്തേഡിൻ്റെ നെയിമും കൂടി കൊടുക്കണം. ഇവിടെ ലൈക്ക് എന്ത് കൊടുക്കുക, കൊടുക്കുക. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്രിൻ്റ് ചെയ്യാം വെറുതെ സിസ്റ്റം ഡോട്ട്. ഇവിടെ നമ്മൾക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റ് LN ഉപയോഗിക്കാം, പ്രിൻ്റ് ഉപയോഗിക്കാം. അത് രണ്ടും ഉപയോഗിച്ചായിരുന്ന വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് പ്രിൻ്റ് ആയതുണ്ട. ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. പ്രിൻ്റ് ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പ്രിൻ്റ് ആട്ടത് ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ലൈന് പ്രിൻ്റ് ചെയ്തിട്ടാണ്, അതായത് ഈ ഉള്ളിലുള്ള മെസ്സേജ് എന്താണോ അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ലൈൻ ഇടും. അതിന് വേണ്ടിയിട്ടാണ് ഈ LN ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ട അടുത്ത ലൈനിലല്ല മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇനി ഈ LN ഞാൻ ഒഴിവാക്കിയാൽ എന്ത് കിടക്കും, അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തും. ഓക്കെ, ഇവിടുത്തെ ഒരു സിസ്റ്റം നോട്ട് പ്രിൻ്റെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ റൺ ചെയ്താൽ ഒന്നും വരില്ല. കാരണം നമുക്കിനി ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഒരു ക്ലാസ്. അതായത് ക്ലാസ്സിന് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നെയിമോ ഇത് കൊടുക്കണം, ഒരു കീവേഡ് യൂസ് ചെയ്യണം. എന്നിട്ട് ക്ലാസ്സിൻ്റെ നെയിം ഇവിടെ ഞാൻ എ കൊടുത്തത്, നിങ്ങൾക്ക് ക്ലാസ് നെയിം എന്ത് വേണ്ടിക്കും കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളെ പേര് വേണ്ടിക്ക് നിങ്ങളെ പേര് കൊടുത്തോ, എന്ത് വേണ്ടിക്കും കൊടുത്തോ. ഇനി എ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒബ്ജക്റ്റാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ലൈക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇത് തന്നെ ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് NEW ന്യൂ എന്ന് കൊടുക്കുക, എ കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, ഒബ്ജക്റ്റിനെ കോഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് നെയിം ഇത് ഒരു റെഫറൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ, ഇത് റെഫറൻസ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ എന്ത് നെയിം മേടിക്കും കൊടുക്കാവുന്നതാണ്. ഞാൻ ലെസ്റ്റ് OBJ എന്ന് കൊടുത്തതാണ്. ഇനി ഇതാ എ, അത് ഒബ്ജക്റ്റിൻ്റെ നെയിം, നമ്മൾ ഏത് ക്ലാസ്സിനാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ക്ലാസ്സിൻ്റെ നെയിമും ഒരു കർലി ബ്രേസും അല്ല ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡിനെ കോഡ് ചെയ്യണം. ഈ ഒരു മെത്തേഡ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വരിക, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇവിടെ ഇപ്പം തന്നെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, വാണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പ്രിൻ്റ് കൊടുക്കാനാവില്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെ കോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലോ, OBJ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മെത്തേഡിനെ നമ്മളിപ്പം കോൾ ചെയ്യും. അതായത് പ്ലേ OBJ.play, എന്നിട്ട് ജസ്റ്റ് മെത്തേഡ് ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി ഇത് കൊടുക്കുക, കോഡ് ഈസ് വർക്കിംഗ്, മെസ്സേജാണ് ഞാൻ ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ള, അത് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റും ക്ലാസ്സും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇതും കൊടുത്താൽ മതി. ഇനി എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് എന്നോട് പറഞ്ഞത് എന്തായിരുന്നു, ഇവിടെ ഇൻറ്റ് A സെയിം 10 എന്ന് അയാൾ കൊടുത്ത്, ഈ ഒരു വാല്യൂവിനെ എന്നോട് മെയിൻ ക്ലാസ് ആണെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നോട് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു. അതെങ്ങനെ ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രിൻ്റ് LNൻ്റെ ആ കോഡ് ഞാൻ ഇവിടെ കീവേഡ് യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ A = കൊടുത്തു, എന്നിട്ട് പ്ലസ് കൊടുത്ത്, എന്നിട്ട് OBJ.A കൊടുക്കുക. ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഒരു വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. എന്നോട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞ് അതിൻ്റെ അകത്ത് ഇൻറ്റ് A അസൈൻ 10 എന്നും കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് മെയിൻ ക്ലാസ്സിൽ വെച്ച് അതിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് system.out പ്രിൻ്റ് കൊടുത്ത് A = എന്താണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് = ഇവിടെ പ്ലസ് ആണ് കൊടുക്കേണ്ടത്, %D ഒന്ന് സീലുള്ള പോലെ കൊടുക്കണ്ട. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് എന്താണോ, എന്നിട്ട് ഏത് വേരിയബിളിനാണോ എനിക്ക് വിളിക്കേണ്ടത് അതിന് വേരിയബിളിൻ്റെ നെയിമും കൊടുത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രാക്കറ്റൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ബ്രാക്കറ്റ് കൊടുത്ത എറർ വരും. കാരണം A ഈസ് നോട്ട് എ മെത്തേഡ്, അതായത് ഒരു വേരിയബിൾ മാത്രമാണ്, അല്ലാണ്ട് അതൊരു മെത്തേഡല്ല. അതുകൊണ്ടാണ് ആ എറർ കാണിച്ചത്. ഓക്കെ, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. ഇങ്ങനെയാണ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റും ക്ലാസ്സും ക്രിയേറ്റ് ചെയ്യാൻ അറിയാണ്ട് പോണ്ട, ചോദിക്കും. മെയിനായിട്ട് ചോദിക്കുന്നൊരു സാധനം അതാ. പിന്നെ മെത്തേഡ്സ് ലൈക്ക് എ ഫങ്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, മെത്തേഡ് ഒരു ഫങ്ഷനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടപ്പോൾ കോൾ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതായത് സെറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് എന്നും പറയും. അതായത് 100 ലൈനുള്ള ഒരു കോഡിനെ എടുത്ത് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് വേണ്ടപ്പോൾ ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളാണ്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ, നെക്സ്റ്റ് വീഡിയോ കാണാം.